ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിംഗർ ഫുഡ് ഫാക്ടറി. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്മ ഉണ്ടാക്കുന്നൊരു കറിയാണ് തേങ്ങാപ്പാലിൽ തക്കാളി ഇട്ട മീൻ കറി. ഏത് മീൻ കൊണ്ടും ഇതുണ്ടാക്കാം, പക്ഷേ തിരുതക്കണമ്പും കരിമീനും സിലോപ്പിയാണ് അതിൽ ബെസ്റ്റ്. ഇന്ന് നല്ല തിരുതക്കണമ്പും തപ്പി എത്തിയിരിക്കുന്നത് അന്ധകാരനഴിക്കടുത്ത് പഴങ്ങാട്ട് ചാലിലാണ്. ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും രുചിയുള്ള കണമ്പ് കിട്ടുന്ന സ്ഥലമാണിത്. നിങ്ങൾ ഈ കാണുന്ന പഴങ്ങാട്ട് ചാല് പണ്ടെങ്ങോ കായൽ കയറിയ വയലാണ്. കണമ്പിനെ പിടിക്കുന്നത് ഒരിത്തിരി പണിയുള്ളൊരു പരിപാടിയാണ്. ഏകദേശം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ചാലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറ്റി കെട്ടി തിരിച്ച് അതിൽ കമ്പും ചവറൊക്കെ ഇടും. കണമ്പിന് കൂടുകൂട്ടാൻ പാകത്തിനാണ് ഇതിടുന്നത്. ഏകദേശം 6 മാസം കഴിഞ്ഞ് ഈ മീൻ പിടിക്കുന്ന സമയമാകുമ്പോൾ കുറ്റി കെട്ടി തിരിച്ച ഭാഗത്തിൻ്റെ എതിർവശത്ത് അവർ വലയെറിഞ്ഞും മറ്റും കണമ്പിനെ പേടിപ്പിക്കും. ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് കണമ്പ് ഈ എതിർവശത്തുള്ള കമ്പിൻ്റെയും ചവറിൻ്റെയും ഇടയിൽ പോയിരിക്കും. ഉടൻ തന്നെ അവർ ഈ കുറ്റിയിൽ വല കെട്ടി തിരിച്ച് കണമ്പിനെ അങ്ങ് കൊടുക്കും. എന്നിട്ട് ഒരു 8-10 പേര് ചേർന്നിട്ട് കമ്പിൻ്റെയും ചവറിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇതിനെ പിടിക്കും. എങ്ങനെയുണ്ട് സംഭവം? പറഞ്ഞപ്പോൾ എളുപ്പമല്ലേ, പക്ഷേ ശരിക്കും അത്ര എളുപ്പമല്ല കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ കറി വയ്ക്കാൻ കുറച്ച് കണമ്പ് മേടിച്ചിട്ടുണ്ട്. ഈ കറിയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പുട്ടാണ്. ചോറിൻ്റെ കൂടെയും അടിപൊളിയാണ്, പക്ഷേ പുട്ടിൻ്റെ കൂടെ സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പം വീഡിയോയിലേക്ക് പോയേക്കാം, വാ. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുക, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക, പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ നേരത്ത് വിരലിലേക്ക് തന്നെ ഒഴിക്കണം. കാരണം ഇതെല്ലാം കൂടെ നമ്മൾ തിരുമ്പുന്നുണ്ട്. അത് തിരുമ്മി കഴിയാൻ നേരത്ത് കയ്യിൽ പുകച്ചിലൊന്നും ഉണ്ടാകില്ല. ഇതിലേക്ക് ചുവന്നുള്ളി ചതച്ചത് ഒരു 6 എണ്ണം ചേർക്കുക. ഇനി 2 പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇഞ്ചി ഏകദേശം 1 ഇഞ്ച് നീട്ടം വരുന്ന ഒരു കഷ്ണം ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 2 വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ നേരത്തെ കയ്യിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് കയ്യിൽ പുകച്ചിട്ടുണ്ടാവും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി ഒരു 1/2 കിലോ കണമ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സാധാരണ എല്ലാ മീൻകറിയും പോലെ തന്നെ ഇതും ഒരു മൺചട്ടി വെക്കുന്നതന്നെ നല്ലത്. പക്ഷേ എൻ്റെ കയ്യിലെ ചട്ടി ചെറുതായതുകൊണ്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് മാറ്റുക. നിങ്ങൾക്ക് മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന മീനെല്ലാം ഒരു പാനിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് രണ്ടാം പാൽ ഒഴിക്കണം. തേങ്ങാപ്പാലിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ കൊണ്ട് ചട്ടി ഒന്ന് കഴുകി ഒഴിക്കുക. നമ്മളൊരു തവി കൊണ്ട് ചെറുതായിട്ട് നനക്കി കൊടുക്കുക. തേങ്ങാപ്പാൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. ഇതിലേക്ക് 3 തക്കാളി വട്ടത്തി അരിഞ്ഞ് ചേർക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് ഹൈയിലാക്കിയിട്ട് ഒരു തിള വരുന്നത് വരെ വേവിക്കുക. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് അടച്ചു വെച്ച് 10 മിനിറ്റ് കൂടെ വേവിക്കണം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി പാൻ ഒന്ന് അനക്കി കൊടുക്കുക. ഒരു കാരണവശാലും തവിയിട്ട് ഇളക്കരുത്, മീൻ ഉടഞ്ഞു പോകും. ഇനി അതിലേക്ക് 1/4 കപ്പ് ഒന്നാം പാലും കൂടെ ചേർത്ത് ഒന്നുകൂടി അനക്കി കൊടുക്കണം. ഒന്നാം പാല് മിക്സ് ആവുന്നവരെ ചെയ്യണം കേട്ടോ. ഇതൊന്ന് തിളവന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അടുപ്പിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചെറിയ പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. എണ്ണയിൽ ചൂടായി വരുമ്പോൾ 6 ചുവന്നുള്ളി വട്ടത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക.
കൂടെ ഒരു തണ്ട് വേപ്പില ആഡ് ചെയ്യുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചുവന്നുള്ളി ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറിക്കഴിയാൻ നേരത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിത് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മുരിഞ്ഞ ഉള്ളി എല്ലായിടത്തും ഒന്ന് ആകാൻ വേണ്ടിയാണ്. തേങ്ങാപ്പാലിൽ തക്കാളി ഇട്ട കടമ്പിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. പുട്ടും ഈ മീൻകറിയായിട്ട് ഒരു പിടി പിടിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.